നമസ്കാരം. മുഖ്യമന്ത്രി പിണറായിയെ കണ്ണൂരേക്ക് തുരുത്തും, മൃഗീയ ഭൂരിപക്ഷത്തോടെ കേരള ഭരണം പിടിക്കും എന്നായിരുന്നു UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും അവകാശവാദം. മൃഗീയ ഭൂരിപക്ഷത്തോടെ 102 സീറ്റുകൾ നേടി അധികാരത്തിലേക്കെത്താൻ UDFിനും കോൺഗ്രസിനും കഴിഞ്ഞെങ്കിലും പിണറായി വിജയനെ തുരത്താൻ മാത്രം കഴിഞ്ഞില്ല. ഇനിയും ഒരു ആക്ഷന് ബാല്യമുണ്ടെന്ന വിധത്തിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. UDF മുഖ്യമന്ത്രി തർക്കം നീളുന്നതിനാൽ കാവൽ മുഖ്യമന്ത്രിയാണ് നിലവിൽ പിണറായി. കണ്ണൂരിലേക്ക് മടങ്ങാതെ അദ്ദേഹം തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ തന്നെ വീടെടുത്ത് താമസം തുടങ്ങിയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ നിന്നും വിളിപ്പാട് അകലെയുള്ള സ്ഥലമാണിത്. 5 വർഷത്തേക്കാണ് വീട് വാടകയ്ക്കെടുത്തിരിക്കുന്നത്. പിണറായിയും ഭാര്യ കമലയും മാത്രമല്ല, മകൾ വീണയും മരുമകനും MLAയുമായ മുഹമ്മദ് റിയാസും ഒപ്പമുണ്ട്. ഇതും കൂടാതെ AKG സെന്ററിലെ ഫ്ളാറ്റും പിണറായിക്കായി ഒരുങ്ങുന്നുമുണ്ട്. LDF പ്രതിപക്ഷത്തേക്ക് വന്നാൽ പിണറായി വിജയൻ നേതൃസ്ഥാനം ഏറ്റെടുക്കില്ല എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായിയെ കണ്ണൂരിലേക്ക് തുരത്തി ഓടിക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടത്. ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് ആരെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് പിണറായി പറഞ്ഞിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസത്തെ PB യോഗത്തിൽ ഇത് സംബന്ധമായി വലിയ ചർച്ചകൾ നടന്നിട്ടില്ല. പിണറായി മത്സരിക്കേണ്ടിയിരുന്നില്ലെന്നും തെരഞ്ഞെടുപ്പിനെ നയിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്യേണ്ടിയിരുന്നെന്ന അഭിപ്രായമാണ് PB യോഗത്തിൽ നിന്നും ഉയർന്നത്. അങ്ങനെയെങ്കിൽ തിരഞ്ഞെടുപ്പ് തിരിച്ചടി ഇത്ര ഭീകരമാകുമായിരുന്നില്ല എന്ന അഭിപ്രായമാണ് PB യോഗത്തിൽ ഉയർന്നത്. മുഹമ്മദ് റിയാസിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ PB യോഗത്തിൽ എതിർപ്പ് ഉയരുകയും ചെയ്തിരുന്നു. അതേസമയം പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കരുത് എന്ന രീതിയിൽ അഭിപ്രായം വരികയും ചെയ്തില്ല. തോറ്റിട്ടും UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും കണക്കുകൂട്ടൽ തെറ്റിക്കുകയാണ് പിണറായി ചെയ്തത്. വെറും MLA ആയല്ല, പ്രതിപക്ഷ നേതാവായി തന്നെ പിണറായി എത്തും എന്ന സൂചനകളാണ് CPMൽ നിന്ന് വരുന്നതും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഈ രീതിയിൽ തന്നെയുള്ള അഭിപ്രായത്തിലാണ് എത്തിയത്. മൃഗീയ ഭൂരിപക്ഷമാണ് UDFിനുള്ളത്. സഭയിൽ LDFിനെ നയിക്കാൻ ശക്തനായ നേതാവ് തന്നെ വേണം. അത് പിണറായി വിജയനല്ലാതെ മറ്റാരുമില്ല. ഈ അഭിപ്രായം തന്നെ സംസ്ഥാന നേതൃത്വം PBയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പിണറായിയാണ് പ്രതിപക്ഷ നേതാവെങ്കിൽ സഭയിൽ UDFിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. സഭയിൽ ശക്തമായ എതിർപ്പ് ഉയർത്താനും ഭരണപക്ഷ ബെഞ്ചുകളെ വിറപ്പിക്കാനും പിണറായിക്ക് കഴിയും. പിണറായി അല്ലെങ്കിൽ ബാലഗോപാലാകും പ്രതിപക്ഷ നേതാവ്. അപ്പോഴും പിണറായി സഭയിൽ തന്നെ ഉണ്ടാകും എന്ന കാര്യം മാത്രം മതി UDFിൻ്റെ ഉറക്കം കെടുത്താൻ. എന്തായാലും കണക്കുകൂട്ടൽ പിഴയ്ക്കുന്നത് LDFിനും CPMനുമല്ല, UDFിന് തന്നെയാണ്. ധർമ്മടത്ത് 6 റൗണ്ടിൽ പിന്നിലായെങ്കിലും വിജയ സോപാനത്തിലേറിയത് ഇതേ പിണറായി തന്നെയാണ്. ഈ പിണറായിയെ തുരത്താൻ കഴിയുമെന്ന കോൺഗ്രസ് കണക്കുകൂട്ടലാണ് ഇപ്പോൾ തെറ്റിയത്. തിരുവനന്തപുരത്ത് തന്നെ താമസം തുടങ്ങി പിണറായി UDFിൻ്റെ ആദ്യ കണക്കുകൂട്ടൽ തന്നെ തെറ്റിച്ചിരിക്കുകയാണ്. ഇനി ഏതൊക്കെ കണക്കുകൂട്ടലുകൾ പിണറായി തെറ്റിക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ടി തന്നെ വരും.